എ സി ത്രൂ റെസിസ്റ്റർ ഓൺലിയിൽ ഇ എം എഫിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, കറണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. ഇതായിരുന്നു ആ രണ്ട് ഇക്വേഷൻസ്. ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി നമ്മൾ അപ്ലൈ ചെയ്ത ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്തി, I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടിയുമാണ്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഇവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ ഫൈ ഈക്വൽ ടു 0 ആണ്. അവിടെ ഫൈക്ക് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നോ അതല്ലെങ്കിൽ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് ഫൈ എന്നോ വരുമായിരുന്നു. ഇവിടെ പക്ഷേ ഫൈ 0 ആയതുകൊണ്ടാണ് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ടേം നമുക്ക് ഡെറിവേഷനിൽ കൂടി ലഭിച്ചത്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കണം. രണ്ടാമത്തേത് ഒരു ഗ്രാഫും വരയ്ക്കണം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഇ എം എഫിൻ്റെ ഫേസറും ഒരു കറണ്ടിൻ്റെ ഫേസറും ഒറ്റ ഡയഗ്രത്തിൽ നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യണം. നോക്കുക, ഞാനൊരു ഇ എം എഫിൻ്റെ ഫേസർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് O ആണ്, സെൻറ്റർ O ആണ്. ഞാൻ ഇതിനെ എ എന്ന് കൊടുക്കുകയാണ്, ഇത് ബി എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒ ബി എന്ന് പറയുന്നതാണ് ഇ എം എഫിൻ്റെ ഫേസർ. ഒ ബി സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, കുറച്ച് നീളം കൂടുതലുണ്ട്. ഒ ബി എന്ന് പറയുന്നതാണ് ഇ എം എഫിൻ്റെ ഫേസർ. ഒ ബിയുടെ ലെങ്ത് ആണ് E0. ഒ ബി ഈ ഒരു ആക്സിസിൽ മേക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ഷനാണ് ഇ എന്ന് പറയുന്നത്, ഒ ഇ അല്ലെങ്കിൽ ഇ. അപ്പോൾ ഇ കിട്ടി, നമുക്ക് E0 കിട്ടി, സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ആ ഒ ബിയുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒമേഗ ടി. ഇനി കറണ്ടിൻ്റെ ഫേസറിനെ നമുക്ക് എവിടെ വരയ്ക്കാൻ സാധിക്കും? നോക്കുക, ഇ എം എഫും കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ 0 ആണ്. അതായത് ഇ എം എഫ് വരച്ച അതേ ലൈനിൽ കൂടി തന്നെ നമുക്ക് ആരെയും വരയ്ക്കേണ്ടതായിട്ട് വരും, കറണ്ടിൻ്റെ ഫേസറിനെയും വരയ്ക്കേണ്ടതായിട്ട് വരും. അതേ ലൈനിൽ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഒ എ എന്ന് പറയുന്നതാണ് കറണ്ടിൻ്റെ ഫേസർ. ഒ എ എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഫേസറിൻ്റെ ലെങ്ത് ആണ് മാക്സിമം വാല്യൂ I0. ഒ എ നമ്മുടെ വൈ പ്രൈം ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷനാണ് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അതായത് I എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫേസറും ഒരേ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ, അതായത് ഒമേഗ ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഒമേഗ ടി എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ആരുടെയാണ്? എ സി ത്രൂ റെസിസ്റ്റർ ഓൺലി. ഇ എം എഫിൻ്റെ ഫേസർ ഒ ബിയും കറണ്ടിൻ്റെ ഫേസർ ഒ എയും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇ എം എഫിൻ്റെ ഫേസർ നമ്മൾ ഒരല്പം നീളം കൂട്ടി വരയ്ക്കണം. അതിനുള്ള റീസൺ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കാരണം ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇ എം എഫിൻ്റെ ഫേസർ ഒരല്പം നീളം കൂട്ടി വരയ്ക്കണം, കറണ്ടിൻ്റെ ഫേസർ നീളം കുറച്ചാണ് നമ്മൾ വരയ്ക്കാറ്. ഇനി ഗ്രാഫിക്കലി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിനെയും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? രണ്ടും സൈനിൻ്റെ ഫങ്ഷൻസാണ്. അതായത് സൈൻ വേവ് പോലെ പോകുന്ന, സൈൻ വേവ് പോലെയാണ് ഈ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും സമയത്തിനനുസരിച്ച് വാരി ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് ഇ എം എഫിൻ്റെ ഗ്രാഫ്, റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് കറണ്ടിൻ്റെ ഗ്രാഫ്. ഇത് വൈ പ്രൈം ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ ഒമേഗ ടി ഇവരുണ്ടാക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും, അതേപോലെ തന്നെ വൈ പ്രൈം ആക്സിസിൽ നിങ്ങൾക്ക് ഇ എം എഫും കറൻറ്റും പ്ലോട്ട് ചെയ്യാം. ഇവിടെ ഇ എം എഫ് 0 ആകുമ്പോൾ കറൻറ്റും 0 ആണ്. ഇ എം എഫ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും മാക്സിമം ആണ്. ഇ എം എഫ് 0 ആകുമ്പോൾ വീണ്ടും കറൻറ്റ് 0 ആകുന്നു. ഇ എം എഫ് നെഗറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും നെഗറ്റീവ് മാക്സിമം ആകുന്നു. ഇ എം എഫ് 0 ആകുമ്പോൾ വീണ്ടും കറൻറ്റ് അവിടെ 0 ആകുന്നു. അതായത് രണ്ടുപേരും ഒരേപോലെയാണ് പോകുന്നത്. ഇ എം എഫിന് എപ്പോഴൊക്കെയാണോ പോസിറ്റീവ് മാക്സിമം അപ്പോൾ കറൻറ്റിന് പോസിറ്റീവ് മാക്സിമം ആണ്. ഇ എം എഫിന് എപ്പോഴൊക്കെയാണോ നെഗറ്റീവ് മാക്സിമം അപ്പോൾ കറൻറ്റിനും നെഗറ്റീവ് മാക്സിമം ആണ്. ഇനി ഇ എം എഫിന് എപ്പോഴൊക്കെയാണോ 0 വാല്യൂ വരുന്നത് അപ്പോഴൊക്കെ കറൻറ്റിനും 0 വാല്യൂ ആണ്. രണ്ടുപേരും ഇൻ ഫേസ് ആണ്, ഒരേപോലെയാണ് പോകുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇ എം എഫിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, കറൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. കാരണം നമുക്കറിയാം I ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ ആണ്. അതായത് ഇ എം എഫിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് കറൻറ്റ് ലഭിക്കുകയുള്ളൂ.
അതായത് EMF എപ്പോഴും കറണ്ടിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ടാണ് EMFൻ്റെ ഫേസറിന് നീളം കൂടിയതും EMFൻ്റെ ഗ്രാഫിന് ആംപ്ലിറ്റ്യൂഡ് കൂടിയതും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AC ത്രൂ റെസിസ്റ്റർ ഓൺലിയിൽ പറയാനുള്ളത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് EMFനുള്ള ഇക്വേഷൻ എഴുതുക. അതിനുശേഷം നമ്മുടെ കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്തുക. അതിനുശേഷം അവർ തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ രണ്ട് ഇക്വേഷൻസിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ ലഭിക്കും. അത് ഉണ്ടെങ്കിൽ കണ്ടെത്തുക, ഇല്ലെങ്കിൽ 0 എന്ന് പറയുക. അതിനുശേഷം ഫേസർ ഡയഗ്രം വരയ്ക്കുക. അതിനുശേഷം അവർ തമ്മിലുള്ള ഗ്രാഫും വരയ്ക്കുക.